Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് ഓഫ് മാനേജ്മെന്റ് തിയറീസിലെ ഫോർത്ത് തിയറി ആയ മോഡേൺ തിയറീസിനെ പറ്റിയാണ്. മാനേജ്മെന്റ് എന്നൊരു സബ്ജക്റ്റിന്റെ ഇവല്യൂഷനെ പറ്റി നമ്മൾ പറയുന്ന ടൈമിൽ നമുക്ക് അതിനെ 4 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് ആണ്. 1880 മുന്നേ വരുന്ന ഒരു കാലഘട്ടമാണ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയാണ്. 1880 1930 ഇടയിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ. തേർഡ് വൺ എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയാണ്. 1930 1950 ഇടയിൽ വരുന്ന ഒരു കാലഘട്ടമാണിത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് മോഡേൺ മാനേജ്മെന്റ് എറയാണ്. 1950 ശേഷമുള്ള ഒരു കാലഘട്ടമാണ് മോഡേൺ മാനേജ്മെന്റ് എറയായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇതില് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്, ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ, നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ ഇതിനെല്ലാം പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ തിയറീസും നിയോ ക്ലാസിക്കൽ തിയറി തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം കേട്ടോ. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ മോഡേൺ മാനേജ്മെന്റ് എറ, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള തിയറീസിനെയാണ് നമ്മൾ മോഡേൺ തിയറീസ് എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മോഡേൺ മാനേജ്മെന്റ് എറ. നമ്മൾ പറഞ്ഞു 1950 ശേഷമുള്ള ഒരു കാലഘട്ടമാണ് മോഡേൺ മാനേജ്മെന്റ് എറയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഡിഫറൻസ് പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ എറ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ റെമ്യൂണറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. അവിടെ ഹ്യൂമൻ ബീയിങ്ങിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഫാക്ടർ എന്ന രീതിയിൽ മാത്രമേ ഹ്യൂമൻ ബീയിങ്ങിനെ അവിടെ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ ക്ലാസിക്കൽ എറയിൽ കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ ആ കുറച്ച് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് നിയോ ക്ലാസിക്കൽ എറ വന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മാൻ ബിഹൈൻഡ് ദ മെഷീൻ, ഹ്യൂമൻ ബീയിങ്ങിന് തന്നെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള തിയറീസ് ആണ് നിയോ ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എറയിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു റാഷണൽ ഇക്കണോമിക് മാൻ എന്നുള്ളൊരു വ്യൂ ആയിരുന്നെങ്കിൽ നിയോ ക്ലാസിക്കൽ എറയിലേക്ക് വന്നപ്പോൾ ഒരു സോഷ്യൽ പേഴ്സൺ വ്യൂ ആണ് ഉണ്ടായത്. ഓക്കെ, എന്നാൽ പക്ഷെ ഒരു പ്രശ്നം സംഭവിച്ചത് എന്താ വെച്ചാല് നിയോ ക്ലാസിക്കൽ എറയിലായിരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്ങിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന് അപ്ലൈ ചെയ്യുന്ന മാനേജറിയൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ മാനേജറിയൽ സ്ട്രാറ്റജീസ് മറ്റൊരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ അപ്ലൈ ചെയ്താൽ ശരിയാവണമെന്നില്ല അല്ലെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാനേജറിയൽ സ്ട്രാറ്റജീസ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല. അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് എടുത്ത് നോക്കിയാലും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാനേജറിയൽ സ്ട്രാറ്റജീസ് മറ്റൊരു ഓർഗനൈസേഷൻ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല അല്ലെ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് എംപ്ലോയി വ്യൂ, അതാണ് അവിടുത്തെ ഒരു ഇത് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽ, ഓരോ എംപ്ലോയി എന്ന് പറയുന്നതും വാരിയബിൾ ആണ്, ഡിഫറെന്റ് ആണ്, അവർ കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ എന്താ പറയുക, ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ ഇവരുടെ മോട്ടീവ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു മോട്ടീവ്സ് ആയിരിക്കില്ല കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അത് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചും അവരുടെ ലേണിങ്ങിനനുസരിച്ചും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജീസ് മറ്റൊരു ടൈം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോ അതാണ് അവിടെ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ എറയിൽ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഡിഫറെന്റ് ആണ്, അവരുടെ മോട്ടീവ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ മാനേജേഴ്സ് ക്യാൻ എംപ്ലോയ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ആൻഡ് ഫോർ ഡിഫറെന്റ് പേഴ്സൺ. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ്, അതുപോലെ ഡിഫറെന്റ് ടൈമിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ മോഡേൺ തിയറീസ് വരുന്നത്. ഇപ്പൊ മോഡേൺ തിയറീസിൽ പറയുന്നത് എന്താ വെച്ചാല് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യാണ്. അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽസിനെ അനലൈസ് ചെയ്യാനും സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനും എൻവയോൺമെന്റിൽ അനലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അനലിറ്റിക്കൽ ടൂൾസ് ഇവിടെ യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ സ്ട്രാറ്റജീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആവും. അപ്പൊ അതാണ് മോഡേൺ തിയറീസിൽ നമ്മൾ യൂസ് ചെയ്തത്. മോഡേൺ തിയറീസിനെ നിയോ ക്ലാസിക്കൽ തിയറി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ ടൂൾസ് ആണ്.
അതായത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് തിയറീസ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എൻവിയോൺമെന്റ് ആൻഡ് യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ മോഡേൺ തിയറിയിലേക്ക് വന്നപ്പോൾ അത് നിയോ ക്ലാസിക്കലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവിയോൺമെന്റിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെയും എംപ്ലോയീസിനെ ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യും, മാനേജർ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഈസിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മോഡേൺ മാനേജ്മെന്റ് എറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള തിയറീസിനാണ് നമ്മൾ മോഡേൺ തിയറീസ് എന്ന് പറയുന്നത്. സോ മോഡേൺ തിയറീസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് സിസ്റ്റം തിയറി, സെക്കൻഡ് വൺ കണ്ടിൻജൻസി തിയറി ഓർ സിറ്റുവേഷണൽ അപ്രോച്ച്, ആൻഡ് തേർഡ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ തിയറീസും എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് വൺ ആണ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്നുള്ള വേർഡിന്റെ മീനിങ് പറയുന്നത് സിസ്റ്റം ഈസ് സെഡ് ടു ബി എ സെറ്റ് ഓഫ് എലമെന്റ്സ് ജോയിൻ ടുഗെദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം എലമെന്റ്സ് ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുവഴി നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ജോയിൻ ടുഗെദർ ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റീവ് ആണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഓർഗനൈസേഷനിൽ എന്താ നടക്കുന്നത്, അപ്പൊ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ആണ് എക്സ്റ്റേണലി വരുന്നത് അല്ലെ. അപ്പൊ ഓർഗനൈസേഷന് പുറത്ത് പല എൻവിയോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻവിയോൺമെന്റ് പുറത്ത് വരുന്നുണ്ട്. ഇനി ഇന്റേണലി നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ ഓർഗനൈസേഷനുള്ളിൽ വരുന്ന ഈ സ്മോൾ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് സബ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന സബ് എലമെന്റ്സിനെ, സ്മോൾ എലമെന്റ്സിനെ നമുക്ക് സബ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഏതാ ഈ സബ് സിസ്റ്റംസ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷനുള്ള ഏതൊക്കെയാ സബ് എലമെന്റ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പറയുന്നത് ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും, HR ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ടായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് സബ് സിസ്റ്റംസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം ആണ്, അതിനുള്ളൊരു സബ് സിസ്റ്റംസ്, പലതരം സബ് സിസ്റ്റംസ് വരുന്നുണ്ട്. എന്നാൽ ഈ സബ് സിസ്റ്റംസ് എല്ലാം എന്താണെന്നാ പറയുന്നത്, ഇവയെല്ലാം ഇന്റർ ഡിപ്പെൻഡന്റും ഇന്റർ റിലേറ്റഡും ആണ്. ഓക്കെ, ഇവര് റെഗുലർലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇന്റർ ഡിപ്പെൻഡന്റ് കമ്പോണൻസ് ആണെന്നാ പറയുന്നത് ഈ സബ് സിസ്റ്റംസ്. അപ്പോൾ ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് an organization is studied in detail and decisions are taken for each subsystem which in turn in conformity with the total system. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്, അതിൻ്റെ ഉള്ളിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയി സബ് സിസ്റ്റംസ് വരുന്നുണ്ട്. ഈ ഓരോ സബ് സിസ്റ്റംസിന്റെ ഉള്ളിലും എന്ത് നടക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ഇവരെല്ലാം പരസ്പരം ഇന്റർലിങ്ക്ഡും ഇന്റർ കണക്റ്റഡും ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇതെല്ലാം വഴി നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എന്താണ്, ഓവറോൾ നമ്മൾ എന്താ അച്ചീവ് ചെയ്യണത്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. If the subsystems are integrated through communication network, the overall efficiency for the whole system can be achieved. Here, the attention is paid towards the effectiveness of the whole organization rather than the effectiveness of departments or subsystem. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ എപ്പോഴും ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സബ്സിസ്റ്റംസ് ഉണ്ടെങ്കിലും അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യുന്ന വഴി. പക്ഷെ അവർ ഓവറോൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്, അവർ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 3 ഓതേഴ്സ് ആണ് ഡാനിയൽ കട്ട്സ്, റോബർട്ട് എൽ ഗാൻ, റിച്ചാർഡ് എ ജോൺസൺ എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റം തിയറിനെ, സിസ്റ്റം അപ്രോച്ചിനെ ഒരു ചാർട്ടിന്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നതാണിത്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, ഓർഗനൈസേഷന് പുറത്തൊരു എൻവിയോൺമെന്റ് ഉണ്ട്, ആ എൻവിയോൺമെന്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻപുട്ട് കിട്ടും. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആവാം, ഹ്യൂമൻ റിസോഴ്സസ്, ക്യാപിറ്റൽ, ടെക്നോളജി, ഇൻഫർമേഷൻ, അങ്ങനെ എൻവിയോൺമെന്റിൽ നിന്നാണ് ഓർഗനൈസേഷനുള്ളിലേക്ക് ഇൻപുട്ട് കിട്ടുന്നത്. ആ ഇൻപുട്ടിന് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പറഞ്ഞു സബ് സിസ്റ്റംസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ അതിൽ എലമെന്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്, ഇവിടെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം എംപ്ലോയി ആൻഡ് വർക്ക് ആക്ടിവിറ്റീസ്, മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്, ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ മെത്തേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് ഉള്ളിൽ നടക്കുകയാണ്, എന്നിട്ട് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, ഫിനാൻഷ്യൽ റിസൾട്ട്സ്, ഇൻഫർമേഷൻ, ഹ്യൂമൻ റിസോഴ്സ്, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ ഔട്ട്പുട്ടിന്റെ ഫീഡ്ബാക്ക് ആയിട്ട് അത് പിന്നെയും ഇൻപുട്ട് എന്ന രീതിയിൽ എവിടേക്ക് തന്നെ വരുന്നു, ഓർഗനൈസേഷൻ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ ഇതൊരു ഡൈനാമിക് ആയിട്ടൊരു പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റം തിയറി അനുസരിച്ച് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് കണ്ടിൻജൻസി തിയറി ഓർ സിറ്റുവേഷണൽ അപ്രോച്ച്. അപ്പൊ ഈ ഒരു അപ്രോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ
This approach accepts the dynamics and complexities of the organization structure. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഡൈനാമിക് ആണ്, ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഇൻവോൾവ് ആണ് അല്ലെ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ പുറത്തൊരു എൻവയോൺമെന്റ്, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ ഇവിടേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ടൈമിലും ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത ഒരു മാനേജറൽ മെത്തേഡ് എന്നുള്ളത് മറ്റൊരു സിറ്റുവേഷനിൽ എന്താവണമെന്നില്ല, വർക്ക് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാനേജ്മെന്റ് പ്രോബ്ലംസ് ആർ ഡിഫറെന്റ് അണ്ടർ ഡിഫറെന്റ് സിറ്റുവേഷൻ. ദർ ഇസ് നോ വൺ ബെസ്റ്റ് വേ ഓഫ് മാനേജ്മെന്റ് ഓർ നോ യൂണിവേഴ്സലി അപ്ലിക്കബിൾ സെറ്റ് ഓഫ് റൂൾസ് അപ്ലിക്കബിൾ ടു ഓൾ സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മെത്തേഡ്, അങ്ങനെ ഒരു മെത്തേഡ് മാനേജ്മെന്റിൽ ഇല്ല. ഓരോ സിറ്റുവേഷനനുസരിച്ച് എറേസ് ചെയ്ത് വരുന്ന ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാനേജ്മെന്റ് പ്രാക്ടീസസിൽ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു റൂളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല മാനേജ്മെന്റിൽ. അപ്പൊ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക, മാനേജർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അതാണ് ഈ ഒരു തിയറി അനുസരിച്ച് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ പാറ്റേൺ ഓഫ് മാനേജ്മെന്റ് ഈസ് കണ്ടിൻജന്റ് ഓർ ഡിപെൻഡന്റ് ഓൺ ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാനേജറൽ പ്രാക്ടീസസിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരുന്ന പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടിൻജൻസി തിയറി, ഇത് ഒരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, അതാണ് സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിൽ സിറ്റുവേഷൻസിനനുസരിച്ച്, സിറ്റുവേഷൻ എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ സിറ്റുവേഷനിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരൊറ്റ റൂൾ എന്ന് പറയുന്ന ഒരൊറ്റ മാനേജറൽ സ്ട്രാറ്റജി അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ബേൺസ് ആൻഡ് സ്റ്റാൾക്കർ, വുഡ്വാർഡ്, ജെയിംസ് തോംസൺ എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, ഇനി തേർഡ് തിയറിയാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് തിയറിനെ പറ്റി പറയുകയാണെങ്കിൽ, ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, മാത്തമാറ്റിക്കൽ അപ്രോച്ച്, ഡിസിഷൻ തിയറി അപ്രോച്ച് ഓർ ഓപ്പറേഷണൽ റിസർച്ച് അപ്രോച്ച്. ഈ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. Okay, according to this approach, it emphasizes the use of statistical models and systematic mathematical techniques to solve complex management problems. ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് പറയുന്നത്, ഇവിടെ നമ്മൾ മാനേജ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റിൽ റേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിന്റെ സഹായം തേടാൻ സാധിക്കും, മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിന്റെ സഹായം തേടാൻ പറ്റുമെന്നാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. It helps the management to make decisions in operation. ഓപ്പറേഷൻസിൽ കൂടുതൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റുകൾ എന്തിൽ അപ്ലൈ ചെയ്യാണ്, മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഓപ്പറേഷൻ റിസർച്ച് ആയി മാറുന്നത്. ഓക്കെ, it helps the management for improving their decision making by increasing the number of alternatives. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമുക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഡിസിഷൻ എടുക്കേണ്ട ടൈമിൽ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ് മാനേജ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലീനിയർ പ്രോഗ്രാമിംഗ്, CPM എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. പിന്നെ PERT എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. പിന്നെ അതുപോലെ ഗെയിംസ് തിയറി, ക്യൂയിങ് തിയറി, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് നമ്മൾ മാനേജ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 2 പേരാണ് ജോഹാൻ മാക്ഡൊണാൾഡ് അതുപോലെ ജോർജ ടെറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മുടെ മോഡേൺ തിയറി എന്ന് പറയുന്നത് 1950 ശേഷം വന്നിട്ടുള്ള തിയറീസ് ആണ്. സോ മോഡേൺ തിയറീസിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം തിയറി ആയിരുന്നു. സിസ്റ്റം തിയറി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്, അതിന് സബ്സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം സബ്സിസ്റ്റൻസ് ആണെങ്കിലും അത്. സോ സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് കണ്ടിൻജൻസി തിയറിയാണ്. കണ്ടിൻജൻസി തിയറി സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എല്ലാ അപ്രോച്ചിലും നമുക്ക് അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് അങ്ങനെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് സ്ട്രാറ്റജീസിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് സിറ്റുവേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് തിയറിയാണ്. അതായത് നമുക്ക് മാനേജ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡേൺ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.